ഫിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു സിൽക്കി കോട്ട സാരിയാണ്. ഇതൊരു ബ്ലാക്ക് ഷെയ്ഡിൽ റെഡ് എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത്. സൈഡ് ക്രോഷ്യോ ലേസും അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇതിൻ്റെ പല്ലു ഉണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. പല്ലുവിൽ ഈ ക്രോഷ്യോ ലേസ് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. പല്ലുവിലുള്ള ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത്. ബോഡി പാർട്ടിൽ ഈ ഡിസൈൻ ഇങ്ങനെ വരുന്നുണ്ട്. നമ്മുടെ ഈ ഫ്ലീറ്റ്സിൻ്റെ ഭാഗത്ത് വരുമ്പോൾ ഹാഫായിട്ടുമാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. അതുകൊണ്ട് തന്നെ എന്ന് വെച്ചാൽ ഈ ഭാഗത്ത് ഇതിപ്പം ട്രാൻസ്പെറൻ്റ് ആണോ എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ടാകുന്നില്ല. കാരണം തിക്കായിട്ടല്ലേ ഈ വർക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് വൺ പ്ലേറ്റ് ആയിട്ടും ഇതിനെ വെയർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 965 ആണ്. ഇതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്കൊന്ന് കാണാം. ബ്ലാക്കിൽ തന്നെ ലൈറ്റ് പിങ്കിലുള്ള എംബ്രോയ്ഡറി വർക്കാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ തന്നെയാണ്. ബോഡി പാർട്ടിൽ ഉണ്ട്, ഈ ഭാഗത്ത് തിക്കായിട്ട് തന്നെ വർക്ക് വരുന്നു. പിന്നെ ഫ്ലീറ്റ്സിൻ്റെ ഭാഗം ആകുമ്പോഴേക്കും ഹാഫായിട്ടാണ് ഇതിൻ്റെ വർക്ക് വരുന്നത്. നമുക്കിത് വാഷബിളാണ്, ഡെയിലി വെയറാണ്, വെയർ ചെയ്യാൻ ഈസിയാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് വെയർ ചെയ്യാം. അതുപോലെ സ്റ്റാർച്ച് ചെയ്യേണ്ട കാര്യവുമില്ല. ഇതിൻ്റെ റേറ്റ് വരുന്നത് 965. ഇതൊരു പീച്ച് ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൽ പിന്നെ എംബ്രോയ്ഡറി വർക്ക് കണ്ടോ, നല്ല തിക്കായിട്ട് ഓഫ് വൈറ്റ് എംബ്രോയ്ഡറി വർക്ക് ഫുള്ളായിട്ടും വരുന്നു. സൈഡിൽ ക്രോഷ്യോ ലേസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിനാണ്. ബോഡി പാർട്ടിൽ ഇങ്ങനെയാണ് വരുന്നത്. ഇച്ചിരി വലിയ ബുട്ടാസായിട്ട് ഫുള്ള് വരുന്നു. ഉണ്ടോ, കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കംപ്ലീറ്റ് ആയിട്ടും ഇതിൽ ഈ ബുട്ടാസ് വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1025 ആണ്. ഈ സിൽക്കി കോട്ടയുടെ തന്നെ 3 ടൈപ്പ് സാരികളാണ് ഞാനിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊരു പിസ്താ ഗ്രീൻ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പല്ലു കണ്ടോ, ഇങ്ങനെയാണ്. ഇതിൽ ഫുള്ളായിട്ടും എംബ്രോയ്ഡറി വർക്ക്, സെൽഫ് ഡിസൈനും അതുപോലെ പ്രൊജക്റ്റ് ചെയ്ത് പിങ്ക് ഡിസൈനിലുമാണ് ഇതിൻ്റെ ഫുള്ള് വരുന്നത്. ബോഡി പാർട്ട് ഇങ്ങനെയാണ്. ബോഡി പാർട്ടിൻ്റെ ഈ ഭാഗം വരെ ഈ വർക്ക് ഇതുണ്ട്. സെൽഫായിട്ട് ഇത് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സെൽഫായിട്ട് തന്നെ എംബ്രോയ്ഡറി വർക്ക് ഫുള്ളുണ്ട്. അതുപോലെ ഈ പിങ്ക് ഷെയ്ഡിൽ വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് ഫുള്ള് വരുന്നത്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിനാണ്. ക്രോഷ്യോ ലേസ് സ്ലീവിൻ്റെ എൻഡിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇതിൻ്റെ പിന്നെ ഫ്ലീറ്റ്സിൻ്റെ ഭാഗം ആകുമ്പോഴേക്കും ഇങ്ങനെയാണ് വരുന്നത്. ഹാഫായിട്ട് ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നു. ബാക്കിയുള്ള ഭാഗം ഇത് ഫ്ലീറ്റ്സിൻ്റെ ഭാഗമാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1185 ആണ്. 3 റേറ്റിലാണ് ഞാനിപ്പം ഇത് കൊണ്ടുവന്നിരിക്കുന്ന 3 ടൈപ്പും. അപ്പോൾ ഇതിലേതെങ്കിലും ഇഷ്ടമാണ്. കാരണം ഇത് ചൂട് കാലത്ത് നമുക്ക് ഒത്തിരി നല്ലതാണ്, വെയർ ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ ഇത് വാഷബിളാണ്, സ്റ്റാർച്ച് ചെയ്യേണ്ട കാര്യവും ഇല്ല. ഇതിലേതെങ്കിലും ഇഷ്ടമാണെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക.